ഇടുക്കി പേരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടതിൽ വിശദ പരിശോധനയ്ക്ക് പോലീസ്. സീത കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിലെന്ന ഭർത്താവിന്റെ വാദം തെറ്റെന്ന് പോലീസ് പറഞ്ഞു. മഹസർ തയ്യാറാക്കാൻ പോലീസ് വനത്തിലേക്ക് പുറപ്പെട്ടു. ഭർത്താവ് ബിനു പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. വീട്ടമ്മ കൊല്ലപ്പെട്ടതിൽ വ്യക്തത വരും മുൻപ് വനംവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഒരു പ്രശ്നത്തിന്റെ വസ്തുതാപരമായ പരിശോധനയ്ക്ക് കാത്തു നിൽക്കാതെ ഏകപക്ഷീയമായ പ്രചരണം നടത്തുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള അപകടത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുള്ള സാഹചര്യം സൃഷ്ടിച്ചേക്കും. അപ്പോൾ മരണകാരണം എന്താണ് എന്ന് ആധികാരികമായി അറിയുന്നതുവരെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഉചിതമാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇന്നലെയാണ് ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത പുറത്തു വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണത്. ഒരു കൊലപാതകമാണ്, കാട്ടാന ആക്രമണത്തിലുണ്ടായ മരണമല്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം നമുക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ പോലീസ് അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പോലീസിന്റെ അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പോലീസ് ഈ സംഭവം നടന്ന സ്ഥലത്ത് മഹസർ തയ്യാറാക്കാൻ വേണ്ടി ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഈ പ്ലാക്കത്തടം എന്ന ഭാഗത്താണ്, നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്താണ് ഈ സീതയും കുടുംബവും താമസിച്ചിരുന്നത്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഉൾവനത്തിലാണ് ഇവർ കഴിഞ്ഞ ദിവസം വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയത്. അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കൊലപാതകം നടന്നത് അവിടെ വെച്ചാണ് എന്നാണ് കരുതപ്പെടുന്നത്. ആ സ്ഥലത്ത് പോലീസും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ സംഘവും മഹസർ തയ്യാറാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ആ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും വനംവകുപ്പും ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഇത് കാട്ടാനെ ആക്രമിച്ചുള്ള ഒരു മരണമാണെന്ന് ആണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക പരിശോധനാ ഫലം അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ പുറത്തേക്ക് വന്നതിന് പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില ആളുകളെ സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും ആളുകളെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഇതിൽ തിടുക്കപ്പെട്ട ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. നിലവിൽ എന്തായാലും ഈ മഹസർ തയ്യാറാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഈ കാട്ടാന ആക്രമണം എന്ന പേരിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇപ്പോൾ ഈ വനംവകുപ്പ് അല്ലെങ്കിൽ വനമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. വനംവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടി കാര്യങ്ങൾ അറിയുന്നതിന് മുൻപേ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് മുമ്പേ വനംവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ തിടുക്കപ്പെട്ടു ആളുകൾ. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട സീതയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വനംവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അതൊക്കെ ഈ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഈ അന്വേഷണം കൃത്യമായി നടന്നില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും കാലതാമസം ഉണ്ടായിരുന്നുവെങ്കിൽ ആ തുക ഉൾപ്പെടെ കൊടുക്കേണ്ടി വന്നേനെ എന്ന കാര്യങ്ങൾ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. നിലവിൽ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലേതെങ്കിലും ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, നിരീക്ഷണത്തിൽ മാത്രമാണുള്ളത്. അതിൽ സീതയുടെ ഭർത്താവ് ബിനു ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഈ വനത്തിനുള്ളിലെ പരിശോധനയ്ക്ക് ശേഷം മഹസർ തയ്യാറാക്കിയതിനു ശേഷം തിരികെ എത്തിയാൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനും കഴിയൂ. ഇതിലെങ്ങനെയാണ് തുടർ ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടാവുമല്ലോ? ഇന്നലെ രാഹുൽ പറഞ്ഞത് ബിനു നേരത്തെ പറഞ്ഞ കാര്യത്തിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് കാട്ടാനാക്രമണത്തിൽ തന്നെയാണ് മരണം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷവും എന്നതാണ്. ഇനി സംസ്കാര നടപടികൾക്ക് ശേഷം തുടർ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുമെന്നാണോ നമ്മൾക്കറിയാൻ കഴിയുന്നത്? എന്താണ് സീതയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ വൈകിട്ട് തന്നെ പൂർത്തിയായതാണ്. എല്ലാ തരത്തിലുള്ള സംസ്കാര ചടങ്ങുകളും പൂർത്തിയായതാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ അത് തിടുക്കപ്പെട്ട് ചെയ്യണമായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ചെയ്യാമായിരുന്നു. പോലീസ് അത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നില്ല. ഈ ഭർത്താവ് ബിനു പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഭർത്താവ് ബിനുവിനെ 2 തവണ പോലീസ് മൊഴി എടുക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ ഒപ്പമുണ്ടായിരുന്ന സീതയുടെയും ബിനുവിൻ്റെയും ഒപ്പമുണ്ടായിരുന്ന 2 മക്കളുണ്ട്. അവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം പറയുന്നത് ഒരു കാര്യം തന്നെയാണ്. പറയുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ മൊഴികളിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. അതാണ് പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത് അല്ലെങ്കിൽ വെട്ടിലാക്കുന്നത് എന്ന് വേണം പറയാൻ. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അത് കാട്ടാന ആക്രമണമല്ല മരണകാരണമെന്ന് കണ്ടെത്തുകയും അത് കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഒപ്പം പോയിരുന്ന ആളുകൾ അത് കാട്ടാന ആക്രമണമാണെന്ന് തറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള മൊഴി വൈരുദ്ധ്യം ഇല്ല എന്നതും പോലീസിന് വലിയ തരത്തിലുള്ള തലവേദന സൃഷ്ടിക്കുന്നുണ്ട്.
ശരി, ഏതായാലും പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിലാണ് ഇപ്പോൾ വിശദ പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നത്. ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ ഇതൊരു കൊലപാതകമാണ്, കാട്ടാന ആക്രമണമല്ല എന്നതിന്റെ വിശദാംശങ്ങളാണ് ഉണ്ടായിരുന്നത്. പോലീസ് മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി വനത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ബിനു, കഴിഞ്ഞ ദിവസം മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്, അത് തുടരുകയാണ്. കസ്റ്റഡിയിലെടുക്കുന്നതിലേക്ക് പോലീസ് കടന്നിട്ടില്ല. വീട്ടമ്മയുടെ സംസ്കാരം ഇന്നലെ നടക്കുകയും ചെയ്തു.